PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന യൂണിവേഴ്സിറ്റി LGS മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് തിരഞ്ഞെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട 100 മുൻവർഷ ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ യൂണിവേഴ്സിറ്റി LGS മെയിൻസിന് വേണ്ടിയിട്ട് 2 ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കാലത്ത് 10 മണിക്കും ഉച്ചയ്ക്ക് 1 മണിക്കും. കൂടാതെ എല്ലാ ദിവസവും കാലത്ത് 6 മണിക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സും രാത്രി 8 മണിക്ക് മുൻവർഷ ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് ലൈവായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാ വീഡിയോസും കണ്ട് പ്രയോജനപ്പെടുത്തുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. ഓക്കെ, വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. പിന്നെ നിങ്ങളുടെ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റു ഉദ്യോഗാർത്ഥികൾക്കും ഒക്കെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മുടെ ടെലിഗ്രാമിൻ്റെ കാര്യം അറിയാലോ, ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള നദി ഏതാണ്? നെയ്യാർ. ഓപ്ഷൻ എ ആണ് നെയ്യാർ. ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര. ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിരയാണ് ഹിമാദ്രി. ഹിമാദ്രി. കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? ഓപ്ഷൻ ബി കാവേരി. കാവേരി നദിയുടെ പോഷക നദിയാണ് കബനി. ബിഹു ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ബിഹു എന്നത് ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? അസം. അസമിലെ നൃത്തരൂപമാണ് ബിഹു. കേരളത്തിലെ നിത്യഹരിത വനങ്ങളായ സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ല. പഴശ്ശിരാജയുടെ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് ആര്? കേരള സിംഹം എന്ന നോവൽ രചിച്ചത് ആരാണ്? KM പണിക്കറാണ് കേട്ടോ. സർദാർ KM പണിക്കറാണ്. ഇവിടെ KN പണിക്കറൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ പണിക്കർ എന്ന് കാണുമ്പോഴത്തേനും ഓപ്ഷൻ എ കറുപ്പിക്കരുത്. ഓപ്ഷൻ ബി ആണ് ശരി, KM പണിക്കർ. അടുത്തത്, താഴെ പറയുന്ന ആണവ നിലയങ്ങളിൽ ശരിയല്ലാത്തത് ഏത്? ശരിയല്ലാത്തത് ഓപ്ഷൻ സി ആണ്. കൽപ്പാക്കം കർണാടകം എന്ന് കൊടുത്തിട്ടുണ്ട്, അത് തെറ്റാണ്. താരാപൂർ മഹാരാഷ്ട്ര ശരിയാണ്. നറോറ ഉത്തർപ്രദേശ് ശരിയാണ്. കൈഗ കർണാടകം ശരിയാണ്. കൽപ്പാക്കം എവിടെയാണ്? തമിഴ്നാടാണ് വരുന്നത്. ഓക്കെ, അടുത്തത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകൾ ഉള്ള സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകൾ ഉള്ള സംസ്ഥാനം പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാൾ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി ആരാണ്? പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി ചൗ എൻ ലായി. ചൗ എൻ ലായി. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത്, ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക്. ദേശീയ തൊഴിലുറപ്പു നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം. ദേശീയ തൊഴിലുറപ്പു നിയമം പാർലമെന്റ് പാസാക്കിയ വർഷമാണ് ഓപ്ഷൻ എ 2005. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? ആദ്യത്തെ അധ്യക്ഷൻ ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത്? ബാലവേല നിരോധിച്ച അനുച്ഛേദം എന്ന് പറയുന്നത് ഏതാണ്? 24-ാം അനുച്ഛേദം. 1857 വിപ്ലവത്തിന്റെ താൽക്കാലിക വിജയത്തെ തുടർന്ന് വിപ്ലവകാരികൾ ഡൽഹിയിൽ ചക്രവർത്തിയായി വാഴിച്ചത് ആരെയാണ്? ആരെയാ? ബഹദൂർ ഷാ സെക്കൻഡ്. ബഹദൂർ ഷാ സെക്കൻഡ്. പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആര്? പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ആരുടെ പുസ്തകമാണ്? ദാദാഭായ് നവറോജി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 9ാം പഞ്ചവത്സര പദ്ധതിയാണ് ജനകീയ പദ്ധതി എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിൽ അഗതികളുടെ പുനരധിവാസത്തിനായി രൂപം കൊടുത്ത സമഗ്ര വികസന പദ്ധതി. അഗതികളുടെ പുനരധിവാസത്തിനായി രൂപം കൊടുത്ത സമഗ്ര വികസന പദ്ധതിയാണ് ആശ്രയ. ആശ്രയ. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം എത്രയാണ്? ഓപ്ഷൻ ഡി 1993 ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വരുന്നത്.
വിമോചന സമരം നടന്ന വർഷം 1959 കേട്ടോ. 1959. കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്ന് അറിയപ്പെടുന്ന ജില്ല ഏതാണ്? സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഇടുക്കി ജില്ലയാണ്. ഇടുക്കി. 2015 ജനുവരി 1 മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനത്തിന്റെ പേര് എന്ത്? 2015 ജനുവരി 1 മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനമാണ് ഏത്? നീതി ആയോഗ്. 2015 ജനുവരി 1 വരുന്നത്. 2012 ആരംഭിച്ച് 2017 അവസാനിക്കുന്ന 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? സുസ്ഥിര വികസനം. അപ്പോൾ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 2012 to 2017. ലക്ഷ്യം എന്ന് പറയുന്നത് സുസ്ഥിര വികസനം. ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണം ഏതാണ്? ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണമാണ് ഏത്? ഇലക്ട്രോൺ. ഇലക്ട്രോൺ. ഇരുമ്പിന്റെ പ്രധാന അയിരിന്റെ പേര്. ഇരുമ്പിന്റെ പ്രധാന അയിരാണ് ഓപ്ഷൻ ഡി ഹെമറ്റൈറ്റ്. ഹെമറ്റൈറ്റ്. പീരിയോഡിക് ടേബിളിലെ അതായത് ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പുകളുടെ എണ്ണം എത്രയാണ്? ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പുകളുടെ എണ്ണം എത്രയാണ്? 18 ഗ്രൂപ്പുകളാണ് ഉള്ളത്. ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം എല്ലാവർക്കും അറിയാം, ഓക്സിജൻ. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം കണ്ടെത്തുക. ഗ്ലാസ് നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? സിലിക്കയാണ്. സിലിക്ക. ഏതു പദാർത്ഥത്തിന്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത്? ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത് വായുവിന്റെ അഭാവം കൊണ്ടാണ്. വായുവിന്റെ അഭാവം. എല്ലാ പ്രവൃത്തിക്കും തുല്യവും വിപരീതവുമായ പ്രതിപ്രവൃത്തി ഉണ്ടായിരിക്കും. ഐസക് ന്യൂട്ടന്റെ എത്രാമത്തെ ചലന നിയമമാണിത്? എല്ലാ പ്രവൃത്തിക്കും തുല്യവും വിപരീതവുമായ പ്രതിപ്രവൃത്തി ഉണ്ടായിരിക്കും എന്ന് പറയുന്നത് ഐസക് ന്യൂട്ടന്റെ 3ാം ചലന നിയമമാണ്. 3ാം ചലന നിയമം. ഇനി ജലം ഐസ് ആകുന്ന താപനില എത്രയാ? 0 ഡിഗ്രി സെൽഷ്യസ്. ശബ്ദത്തിന്റെ യൂണിറ്റ് ആണ് ഡെസിബൽ. ഉച്ചതയുടെയും ശബ്ദത്തിന്റെയും യൂണിറ്റ് എന്താണ്? ഡെസിബൽ ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? തൈറോയിഡ് ഗ്രന്ഥിയാണ്. തൈറോയിഡ് ഗ്രന്ഥി. ശരിയായ കാഴ്ചശക്തി ലഭിക്കുന്നതിനാവശ്യമായ വിറ്റമിൻ ഏതാണ്? കാഴ്ചശക്തി ലഭിക്കാനായിട്ട് വിറ്റമിൻ സി. പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. DPT വാക്സിൻ ഫലപ്രദമല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏത് രോഗത്തിനാണ്? DPT വാക്സിൻ ഫലപ്രദമല്ലാത്തത് എന്ന് പറയുന്നത് പോളിയോയ്ക്കാണ്. ബാക്കി ഡിഫ്തീരിയ, ടെറ്റനസ്, വില്ലൻ ചുമ എന്നിവയ്ക്ക് ഫലപ്രദമായതാണ് DPT വാക്സിൻ. മലയൻ ഡ്വാർഫ് ഏത് വിളയുടെ സങ്കരയിനമാണ്? മലയൻ ഡ്വാർഫ് എന്ന് പറയുന്നത് തെങ്ങിന്റെ സങ്കരയിനമാണ്. പേപ്പട്ടി വിഷബാധയ്ക്കെതിരെ ആദ്യത്തെ വാക്സിൻ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ആരാണ്? പേപ്പട്ടി വിഷബാധയ്ക്കെതിരെ ആദ്യത്തെ വാക്സിൻ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞനാണ് ലൂയി പാസ്ചർ. മനുഷ്യന്റെ കണ്ണിലെ ലെൻസിന് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് കൊണ്ടുണ്ടാവുന്ന രോഗം എന്താണ്? കണ്ണില് ലെൻസിന് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് കൊണ്ടുണ്ടാവുന്ന അവസ്ഥയാണ് തിമിരം എന്ന് പറയുന്നത് കേട്ടോ. 1977 ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് എന്ന പരിസ്ഥിതി സംഘടന ആരംഭിച്ച വനിത എന്ന് പറയുന്നത് വൻകാരി മാതായാണ്. വർഷം 1977. രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകം. രോഗപ്രതിരോധ ശേഷി നൽകുന്നത് ശ്വേതരക്താണുക്കൾ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? കാസർഗോഡിലാണ് തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, നാട്ടുരാജ്യങ്ങളായ തിരുവിതാംകൂർ, കൊച്ചി എന്നിവ ലയിച്ച് തിരുകൊച്ചി സംസ്ഥാനം രൂപം കൊണ്ട വർഷം. തിരുകൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടത് 1949. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ.
മലയാളത്തിലെ ആദ്യത്തെ ദിനപത്രം ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ ദിനപത്രമാണ് രാജ്യ സമാചാരം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, സൗന്ദര്യലഹരി എന്ന കൃതിയുടെ കർത്താവ്. സൗന്ദര്യലഹരി എന്ന കൃതിയുടെ കർത്താവ് ശങ്കരാചാര്യരാണ് കേട്ടോ. ശങ്കരാചാര്യർ. സൗന്ദര്യലഹരിയുടെ കർത്താവ് ശങ്കരാചാര്യർ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടായ ഭക്രാനങ്കൽ പദ്ധതി ഏത് നദിയിലാണ്? ഭക്രാനങ്കൽ പദ്ധതി സത്ലജ് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സത്ലജ് നദി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച വർഷം. കൃത്രിമ ഉപഗ്രഹം, ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട. വിക്ഷേപിച്ച വർഷം 1975. ഏഷ്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുതി ഉൽപാദന കേന്ദ്രം. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ആണവ വൈദ്യുതി ഉൽപാദന കേന്ദ്രമാണ് ഏത്? ട്രോംബെ എന്ന് പറയുന്നത്. ട്രോംബെ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചത് ആരാണ്? ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചത് റിപ്പൺ പ്രഭുവാണ്. റിപ്പൺ പ്രഭു. പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് നമ്മൾ നേരത്തെ പറഞ്ഞു, ദാദാഭായ് നവറോജി. ഇന്ത്യയിലെ ആദ്യത്തെ ജല മ്യൂസിയം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ജല മ്യൂസിയമാണ് പെരിങ്ങളം. പെരിങ്ങളം. ഗ്രാമീണ വികസനത്തിനും വികേന്ദ്രീകൃത ആസൂത്രണത്തിനും ഏത് പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യമായിരുന്നു? ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും ഏത് പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യമായിരുന്നു? ഏതാണ്? 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ്. യൂണിയൻ ലിസ്റ്റിന്റെ അധികാര പരിധിയിൽ പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? യൂണിയൻ ലിസ്റ്റിന്റെ അധികാര പരിധിയിൽ വരുന്നത് വാർത്താവിനിമയം. വാർത്താവിനിമയം. എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത്? മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത് 42ാം ഭേദഗതിയിലൂടെ. ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ച വർഷം. ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചത് 1947. വിവരാവകാശ നിയമം പാസ്സായ വർഷം. വിവരാവകാശ നിയമം പാസ്സാകുന്നത് 2005. സാർവദേശീയ മനുഷ്യാവകാശ ദിനം എന്നാണ്? സാർവദേശീയ മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. താപനിലയുടെ SI യൂണിറ്റ് എത്രയാ? താപനിലയുടെ SI യൂണിറ്റ് ആണ് കെൽവിൻ എന്ന് പറയുന്നത്. കെൽവിൻ. പ്രകാശ പ്രകീർണനത്തിന് കാരണമായ പ്രതിഭാസം. പ്രകാശ പ്രകീർണനത്തിന് കാരണമായ പ്രതിഭാസമാണ് അപവർത്തനം. അപവർത്തനം. വായുവിൽ പ്രതിധ്വനി കേൾക്കാൻ പ്രതിപതന തലത്തിന് ഉണ്ടായിരിക്കേണ്ട ചുരുങ്ങിയ അകലം എത്രയാണ്? വായുവിൽ പ്രതിധ്വനി കേൾക്കണം എന്നുണ്ടെങ്കിൽ പ്രതിപതന തലത്തിന് ഉണ്ടായിരിക്കേണ്ട ചുരുങ്ങിയ അകലമാണ് 17 മീറ്ററിൽ കൂടുതൽ അകലമാണ് വേണ്ടത്. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം എന്താണ്? ജനറേറ്ററിൽ നടക്കുന്നത് എന്താണ്? യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻ ഓഫാക്കിയാലും അല്പസമയം കൂടി കറങ്ങിക്കൊണ്ടിരിക്കും. ഇതിന് കാരണം എന്താണ്? എന്താണ്? ചലന ജഡത്വമാണ് അല്ലേ? കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻ ഓഫാക്കിയാലും പിന്നീട് കുറച്ചു നേരം കൂടെ കറങ്ങുന്നത് ചലന ജഡത്വം കൊണ്ടാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം. ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഓക്സിജൻ. ഏറ്റവും ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനം. ഏറ്റവും ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ. ഒരു സാധാരണ വ്യക്തിയുടെ സിസ്റ്റളിക് പ്രഷർ എത്രയാണ്? സിസ്റ്റളിക് പ്രഷർ എത്രയാ? 120 mmHg ആണ് ഒരു സാധാരണ വ്യക്തിയുടെ സിസ്റ്റളിക് പ്രഷർ. ഏത് രോഗികളോട് അനുഭാവം പ്രകടിപ്പിക്കാനുള്ള പ്രതീകമായിട്ടാണ് ചുവന്ന റിബൺ ഉപയോഗിക്കുന്നത്? ചുവന്ന റിബൺ എന്ന് പറയുന്നത് എയ്ഡ്സ് രോഗികളോടുള്ള അനുഭാവം പ്രകടിപ്പിക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒരു ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടിന് ഉദാഹരണം തന്നിരിക്കുന്നതിൽ ഒരു ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് ഏതാണ്? പശ്ചിമഘട്ടം. പശ്ചിമഘട്ടം. ഒരു മിനിറ്റിൽ വൃക്കയിൽ വച്ച് എത്ര ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ആണ് മൂത്രമായി മാറുന്നത്? ഒരു മിനിറ്റിൽ വൃക്കയിൽ വച്ച് എത്ര ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് മൂത്രമായി മാറുന്നു? ഓപ്ഷൻ എ ആണ് കേട്ടോ, 1 ml ആണ്. ഒരു മിനിറ്റിൽ 1 ml ആണ് വൃക്കയിൽ വച്ച് എന്താവുന്നത്? മൂത്രമായി മാറുന്നത്, ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എവിടെയാ? പന്നിയൂരിലാണ് അല്ലേ? നല്ല പന്നിക്കറി, കുരുമുളകിട്ട് അരച്ച് വെച്ച പന്നിക്കറി എന്ന് ഓർത്താൽ മതി. പന്നിയൂരിലാണ് കുരുമുളക് ഗവേഷണ കേന്ദ്രം. പല്ലിൽ കാണുന്ന നിർജീവമായ ഒരു ഭാഗം. പല്ലിൽ കാണുന്ന നിർജീവമായ ഭാഗമാണ് ഇനാമൽ. ഏറ്റവും കാഠിന്യമേറിയ ഭാഗം കൂടിയാണ്. ഏത് ജീവകത്തിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാവുന്ന രോഗമാണ്? കണ. കണ എന്ന് പറയുന്നത് എന്തിന്റെ അപര്യാപ്തതയാണ്? ജീവകം ഡിയുടെ അപര്യാപ്തത. ഡോട്ട്സ് ചികിത്സാ സംവിധാനം
ബന്ധപ്പെട്ടിരിക്കുന്നത് ഏത് രോഗവുമായിട്ടാണ്? ഡോട്ട്സ് എന്ന് പറയുന്നത് ക്ഷയരോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജീവന്റെ പുസ്തകം രചിച്ചിരിക്കുന്നത് ഗണിതത്തിന്റെ ഭാഷയിലാണ് എന്ന് പറഞ്ഞ ശാസ്ത്രകാരൻ ആരാണ്? ജീവന്റെ പുസ്തകം രചിച്ചിരിക്കുന്നത് ഗണിതത്തിന്റെ ഭാഷയിലാണ് എന്ന് പറഞ്ഞത് ഗലീലിയോ ഗലീലി ആണ് കേട്ടോ. ഗലീലിയോ ഗലീലി. ഏത് കടലിനടുത്താണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? കൊണാർക്കിലെ സൂര്യക്ഷേത്രം ബംഗാൾ ഉൾക്കടലിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇക്കോ വന്യജീവി ടൂറിസത്തിന് പ്രസിദ്ധമായ ബിട്ടാർ കണിക എവിടെ സ്ഥിതി ചെയ്യുന്നു? ബിട്ടാർ കണിക സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. ഒഡീഷ. കേരള കായിക ദിനം എന്നാണ്? കേരള കായിക ദിനം ഒക്ടോബർ 13. ഒക്ടോബർ 13. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്കാണ് ഏത്? അഗസ്ത്യാർകൂടം. കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ? കായിക കേരളത്തിന്റെ പിതാവ് കേണൽ GV രാജ. കേണൽ GV രാജ. ഏത് നഗരത്തിനടുത്താണ് സാഞ്ചി സ്തൂപം ഉള്ളത്? സാഞ്ചി സ്തൂപം ഉള്ളത് ഭോപ്പാൽ നഗരത്തിനടുത്താണ്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഔദ്യോഗിക അംഗീകാരം ലഭിച്ച നവംബർ 26 ഏത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഭരണഘടനാ ദിനം, സംവിധാൻ ദിവസ് എന്നറിയപ്പെടുന്നു എന്ന് പറഞ്ഞ് നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത് ഖജുരാഹോ ക്ഷേത്രങ്ങൾ യുനെസ്കോ പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ വർഷം. ഖജുരാഹോ ക്ഷേത്രങ്ങൾ യുനെസ്കോ പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ വർഷമാണ് 1986. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് പാലക്കാട് ജില്ലയാണ്. സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏതാണ്? സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകമാണ് ഏത്? വനേഡിയം പെൻഡോക്സൈഡ് എന്ന് പറയുന്നത്. വനേഡിയം പെൻഡോക്സൈഡ്. ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് മില്ലിക്കൻ എന്ന് പറയുന്നത് കേട്ടോ. മില്ലിക്കൻ. പ്രോട്ടോണിന്റെ മാസ് എത്രയാണ് തന്നിരിക്കുന്നതിൽ? ഓപ്ഷൻ ബി ആണ്. 1.67 × 10⁻⁻27 kg ആണ് പ്രോട്ടോണിന്റെ മാസ്. മോൺസ് പ്രക്രിയ ഏത് ലോഹത്തെ വേർതിരിക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്? മോൺസ് പ്രക്രിയ ഉപയോഗിക്കുന്നത് എന്തിനാണ്? നിക്കലിനെ വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് മോൺസ് പ്രക്രിയ. ആവർത്തന പട്ടികയിലെ 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഏത് കുടുംബത്തിലാണ് പെടുന്നത്? 17ാം ഗ്രൂപ്പ് പെടുന്നത് ഹാലോജൻ എന്ന് പറയുന്ന കുടുംബത്തിലാണ്. ഒരു ഘൂർണ ചലനത്തിന് ഉദാഹരണം, ഘൂർണന ചലനം എന്ന് പറയുന്നതിന് ഉദാഹരണമാണ് മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിന്റെ കറക്കം. ഒരു ഘൂർണന ചലനമാണ്. അടുത്തത് വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം എന്താണ്? ആന്തരിക പ്രതിഫലനമാണ്. ആന്തരിക പ്രതിഫലനം. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങൾക്ക് പറയുന്ന പേരെന്താണ്? ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമാണെങ്കിൽ അങ്ങനെയുള്ളതാണ് ഐസോടോപ്പ് എന്ന് പറയുന്നത്. ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്നത്. ഭൂമിയുടെ ശ്വാസകോശങ്ങൾ ഓപ്ഷൻ എ ആണ് സസ്യങ്ങൾ. അരി, ഗോതമ്പ്, കപ്പ, ചേന, ചേമ്പ് എന്നീ വിഭവങ്ങളിൽ അടങ്ങിയിട്ടുള്ള പോഷക ഘടകം ഏതാണ്? അരിയിലും ഗോതമ്പിലും കപ്പയിലും ചേനയിലും ചേമ്പിലും ഒക്കെ അടങ്ങിയിട്ടുള്ള പോഷക ഘടകമാണ് അന്നജം. അന്നജം. നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മങ്കൊമ്പിലാണ്. മങ്കൊമ്പ്. ക്ഷയരോഗം പകരുന്നത്. ക്ഷയരോഗം എങ്ങനെയാ പകരുന്നത്? ഓപ്ഷൻ ഡി വായുവിലൂടെ പകരുന്ന രോഗമാണ് ക്ഷയരോഗം. ഇനി ക്യൂണി കൾച്ചർ എന്ന് പറയുന്നത് എന്തിനെയാണ് അല്ലെങ്കിൽ എന്തിനെയാണ് വിളിക്കുന്നത്? എന്തിനു സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ സി മുയൽ വളർത്തലുമായി ബന്ധപ്പെട്ടതാണ് ക്യൂണി കൾച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ ടെൻഷനൊന്നും അടിക്കാതെ നമ്മൾ തരുന്ന ക്ലാസ്സുകളെല്ലാം തന്നെ കണ്ട് പ്രയോജനപ്പെടുത്തുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് പറയുവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക്